അറിഞ്ഞില്ലേ നിങ്ങള്? അങ്ങനെ ഒടുവിൽ നമ്മുടെ രേണു ചേച്ചിയുടെ കമ്പിച്ചാറ്റും പുറത്തു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്താ സംഭവം കേക്കട്ടെ. ഞാൻ നാട്ടിൽ വരുന്നുണ്ട്, ഡയറക്റ്റ് മീറ്റ് ഓക്കെ ആണോ? അപ്പൊ അന്നേരം രേണുസുദിന്റെ മറുപടി എന്താണ്? യാ ആക്കാം. ചില മുഖംമൂടികൾ അഴിഞ്ഞ് വീണു ഗോപാല. ഐ എം ഇൻ UK നൗ. ഹൗ മച്ച് യു വിൽ സജസ്റ്റ്? എന്നിട്ട് കണ്ടോളൂ രേണു ചേച്ചി തൊട കാണിച്ചിരിക്കുന്ന സ്റ്റോറി കണ്ടിട്ട് മൂപ്പര് അതിന് ഉമ്മ വെക്കുന്ന സ്മൈലീസോ കഴിച്ചു കൊടുത്തിട്ടുണ്ട്. എടോ ഡയറക്റ്റ് മീറ്റിന് എത്രയാകുമെന്ന് പറഞ്ഞില്ല. ഉഫ്. അപ്പൊ അതിന് രേണു ചേച്ചിയുടെ മറുപടി ഒക്കെ നിങ്ങള് പ്ലീസ് കോണ്ടാക്ട് മൈ മാനേജർ എന്നൊക്കെ. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? കല്യാണം കഴിഞ്ഞ പെണ്ണ് വേറൊരാളുടെ അവിഹിതം, കല്യാണം കഴിഞ്ഞ ചെറുക്കൻ പഠിച്ചേത പെണ്ണോട്ട് അവിഹിതം. പിന്നെ ഇതാ അടുത്ത തൊട കാണിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റോറിയിൽ മൂപ്പര് എന്തോ ഇമേജ് കൊടുക്കുന്നത്. എന്തായാലും രേണു ചേച്ചി സബ്സ്ക്രിപ്ഷനുള്ള ആളുകൾക്ക് ഫുൾ തൊട കാണിച്ചിട്ടുള്ള സാധനങ്ങളാണ് മക്കളെ കാണിച്ചു കൊടുക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ടേ എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. ഏതൊരു ഞരമ്പര് നേരിട്ട് കാണാൻ പറ്റുമോ എന്ന് രേണു സുധിയോട് ചോദിക്കുന്നു. റേറ്റ് എത്രയാണെന്ന് ഇത് ചോദിക്കുന്നു. അപ്പൊ രേണു പറയുന്നു മാനേജറെ കോൺടാക്ട് ചെയ്തോളാൻ. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. നേരിട്ട് കാണാൻ പറ്റുമോ, റേറ്റ് എത്രയാണെന്നൊക്കെ ചോദിക്കുമ്പോ അതെന്തിനാണെന്ന് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. ഇതിലെന്ത് വഞ്ചന? യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നിസ്സാര സംഭവം അത്. സംഗതി ഓൺലൈൻ വഴി ശരീര വിൽപ്പന തകൃതിയായി നടക്കുന്നുണ്ടെങ്കിലും അതൊരു മാംസ കച്ചവടത്തിലേക്ക് എത്തുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. നിങ്ങൾ എന്തരീ കാണിക്കണേ? ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. സെൽഫ് കൺട്രോൾ. പക്ഷേ ഈ ചാറ്റിലൊന്നും ഉള്ളതല്ല മക്കളെ, ഇതിനും വലുത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഷെഫീന ബീബി പറയുന്നത്. എല്ലാം കൂടി പുറത്തു വിട്ട പിന്നെ രേണു ചേച്ചിനെ എടുക്കാനുണ്ടാവില്ല മക്കളെ. ചോദിക്കാനും പറയാൻ ഒരു തെണ്ടില്ലെന്ന് വിചാരിച്ചാ ചോദിക്കടാ. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? കാലിന്റെ വീഡിയോസ് ഇത് ചേച്ചി തന്നെയാണ് എന്റെ ഇഷ്ടപ്പെടുന്നവര് പറഞ്ഞോണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊക്കെ കണ്ട പിന്നെ എങ്ങനെയാ ഇവിടുന്ന് പോവാൻ തോന്നുക? ഞാൻ ഒരു കാര്യം ആലോചിക്കുക, ലീവ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താലോ? കാലിന്റെ വീഡിയോസ് ഇടി ചേച്ചി എന്ന് ഇഷ്ടപ്പെടുന്നവർ നിരന്തരം ആവശ്യപ്പെടുന്നു. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടി കാലിന്റെ വീഡിയോസ് ഇട്ട് കൊടുക്കുന്നതെന്നാണ് രേണു ചേച്ചി പറയുന്നത്. എങ്ങോട്ടാണ് ഈ നാടിന്റെ പോക്ക്? നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെന്ന് പറയില്ല തള്ളേ, ഞരമ്പന്മാര് അങ്ങനെ പറ. കടി മൂത്ത കുറെ കഴപ്പന്മാര്, അവർക്കാണ് നിങ്ങളുടെ കാല് കാണാൻ ഇത്രയും ആഗ്രഹം. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെ കാര്യങ്ങളാണ്? കാലും വയറും തുടയും മുലയും ഒക്കെ യഥേഷ്ടം കാണിച്ചു കൊടുക്കപ്പെടും. വെറും 159 രൂപ കൊടുത്താൽ മാത്രം മതി. ഇനി അതും പോരാ, നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ മാനേജർ കോൺടാക്ട് ചെയ്തോളി. എന്റെ എല്ലാ മാനവും പോയി. പൈസ എടുത്ത് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർക്ക് അവർ ആവശ്യപ്പെടുന്ന ശരീരഭാഗങ്ങൾ ഫോട്ടോയും വീഡിയോയും ഒക്കെ ആയിട്ട് അയച്ചു കൊടുക്കുന്നു. ഓൺലൈൻ വഴി ശരീര വിൽപ്പനയാണ് നടക്കുന്നത്. മാംസ കച്ചവടമാണ്. ഒരു പയ്യനായിട്ട് അവിടെ ബന്ധമുണ്ടായിരുന്നു നാട്ടില്. ഈ സുധി ഉള്ളപ്പോഴാണോ സുധി മരിച്ചപ്പോഴും? ഉള്ളപ്പോഴും ഉണ്ടായിരുന്നു. ഇത് ഉണ്ടായിരുന്ന കാര്യത്തെ ഇവൾക്ക് കുറെ ചുറ്റിക്കളികളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഹാനാന് പറയുന്നത്. ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. എത്ര കാലമായി രേണു സുധി കൊണച്ച ആൽബം ഫീൽഡിൽ പിടിച്ചു നിൽക്കുന്നു. ആൽബം ഫോട്ടോഷൂട്ട്, ഷോർട്ട് ഫിലിം എന്നൊക്കെ പറഞ്ഞ് എത്രയോ കാലം ഇവർ ഈ ഫീൽഡിലുണ്ട്. പോരാത്തതിന് ഇടയ്ക്കിടെ ബാർ ഉദ്ഘാടനം അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ദുബായിൽ പോകുന്നു. ഒരു കഴിവുമില്ലാത്തൊരു സ്ത്രീക്ക് എങ്ങനെയാണ് ഇത്രയും കാലം ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്? പണം ഉണ്ടായിട്ട് കാര്യമില്ല, അന്തസ് വേണം. പണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് ഇവരെന്ത് ചെയ്താലും നല്ല റീച്ച് ഉണ്ടായത് കൊണ്ടാണ് എന്നുള്ളതാണ്. എന്നാൽ റീച്ച് കൊണ്ട് മാത്രമല്ല ഇത്രയും കാലം പിടിച്ചു നിന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. ഒരു സ്ത്രീക്ക് എത്രത്തോളം തരം താഴാൻ കഴിയുമോ അത്രത്തോളം തരം താഴ്ന്ന് കഴിഞ്ഞു രേണു സുധി എന്ന് പറയേണ്ടി വരും. ഒരു കൈവതം നാറ്റുകരുത്. ഞാൻ പോകുന്നു. ബൈ ബൈ. അയ്യോ വഴി മാറി.